നമസ്കാരം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ശ്രീ ചെറിയാൻ മാത്യുവിനാണ്. അദ്ദേഹത്തെ നേരത്തെ ഒരിക്കൽ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു. അന്ന് പരിചയപ്പെടുത്തിയത് കോട്ടയം ജില്ലയിൽ ആദ്യമായിട്ട് മിയാവാക്കി വനം വെച്ച ആളെന്ന നിലയ്ക്കാണ്. പക്ഷേ അദ്ദേഹം അതിൽ നിന്ന് വളരെയധികം മുമ്പോട്ട് പോയി. ഇന്ന് ചെടികളെക്കുറിച്ച് സ്വന്തം പ്രയത്നം കൊണ്ട് കേരളത്തിലെ ചെടികളെക്കുറിച്ച്, പ്രത്യേകിച്ച് ഔഷധ സസ്യങ്ങളെയും വനസസ്യങ്ങളെയും ഒക്കെ കുറിച്ച് വളരെയധികം അറിവ് നേടുകയും എങ്ങനെ അവയെ മുളപ്പിച്ചെടുക്കണം, എങ്ങനെ അവയുടെ തൈകൾ കണ്ടെത്തണം എന്നുള്ള കാര്യങ്ങളിൽ ഒരു അതോറിറ്റിയായിട്ട് തന്നെ മാറിയിട്ടുണ്ടെന്ന് പറയാം. ഒരാൾ സ്വന്തം പരിശ്രമം കൊണ്ട് മാത്രം അങ്ങനൊരു വിജ്ഞാന മേഖല കൈയടക്കുന്ന അതിൻ്റെ ഒരു ഉദാഹരണമാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ. അപ്പോൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ സഹായത്തോടെ ഒരുപാട് പേര് ചെടികൾ പലയിടത്തും വെച്ച് പിടിപ്പിക്കുകയും തൈകൾ ശേഖരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കേരളത്തിലെ സ്പീഷീസുകൾ നിലനിൽക്കുന്നതിൽ ചെറിയാൻ മാത്യു വലിയൊരു സേവനം നിർവഹിക്കുന്നുണ്ടെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഏകദേശം 1000-ഓളം സ്പീഷീസുകൾ അദ്ദേഹം കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തന്നെ കേൾക്കാം. സാർ നമസ്കാരം. നമസ്കാരം. സാറിനെ ഞാൻ നേരത്തെ ഒരിക്കൽ പരിചയപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഇപ്പോൾ പരിചയപ്പെടുത്താനുള്ള ഒരു കാരണം, സാറ് കഴിഞ്ഞ 5 വർഷം കൊണ്ട് സാറിൻ്റെ പ്രവർത്തന മേഖല ശകലമൊന്നും മാറിയിട്ടുണ്ട്. സാറ് തുടങ്ങുന്നത് കാർഷിക മേഖലയിലുള്ള കുറേ പരീക്ഷണങ്ങളുമായിട്ടാണല്ലോ, അല്ലേ? അതെ, വിജയിച്ച കാർഷിക സംരംഭങ്ങളെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയായിരുന്നു. കരിങ്കോഴി അടക്കമുള്ള കുറേ സാധനങ്ങൾ. എല്ലാ പൈനിയേഴ്സും ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട്. അവർ ഈ ആദ്യം ചെയ്യുന്നവർ മിക്കവാറും പരാജയപ്പെടും. അതിന് പുറകെ വരുന്നവൻ രക്ഷപ്പെടും എന്നുള്ളതാണ് അതിൻ്റെ. കാരണം ഇതിൻ്റെ ഡാമേജ് മുഴുവൻ ഈ ആദ്യം ചെയ്യുന്ന ആൾക്കാണ് കിട്ടുന്നത്. സാറിപ്പോൾ പല കാര്യങ്ങളും അങ്ങനെ പുതുതായിട്ട് ഇത് കുറേ ഡാമേജുകൾ സംഭവിക്കുക, എന്നാൽ ചില കാര്യങ്ങൾ വളരെ സക്സസ്ഫുൾ ആകുകയും ചെയ്ത ഒരാളാണല്ലോ. ഇപ്പോൾ സാറ് ചെയ്യുന്ന കാര്യങ്ങൾ വേറെ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ വനസസ്യങ്ങളിലേക്കും ഈ കേരളത്തിൻ്റെ തനത് സസ്യങ്ങളിലേക്കും ഒക്കെ സാറിൻ്റെ ഒരു താല്പര്യം വന്നത് എങ്ങനെയാണ് എന്നൊന്ന് വിശദീകരിക്കാമോ? ആ മേഖല പ്രവർത്തിക്കുമ്പോൾ ധാരാളം ആൾക്കാർ ലാഭേച്ഛ കൂടാതെ കേരളത്തിൻ്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പല ആൾക്കാരും ലാഭം പ്രതീക്ഷിക്കാതെ ഈ നമുക്ക് സമൂഹത്തിൽ കിട്ടാത്ത സസ്യങ്ങളെ തേടിയെത്തുന്ന, അത് നേരത്തെ ഉണ്ടായിരുന്ന ആ മരങ്ങളൊക്കെ കേരളത്തിൽ. പക്ഷെ ഇപ്പോൾ ആ മരങ്ങളൊന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം വെട്ടിക്കളയുന്ന ഒരു സ്വഭാവത്തിലേക്ക് വന്നു. അപ്പോൾ അത് കണ്ടെത്തുന്ന കുറേ ആൾക്കാരെ പരിചയപ്പെട്ടു. അപ്പോൾ അവരിൽ മുഖേന എനിക്ക് ഇതിനകത്തൊരു ഇൻസ്പിറേഷൻ കിട്ടി. കാരണം അവരാണ് എന്നെ ഈ തരത്തിലേക്ക് കൊണ്ടു നടന്നത്. അപ്പോൾ ഇത്തരം ഈ സസ്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ എത്ര 5000 സ്പീഷീസോളം, 5400 സംതിങ് ആണ് പറഞ്ഞിരിക്കുന്നത്, അറിയപ്പെടുന്ന ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ള സ്പീഷീസുള്ള, അത് വള്ളിയടക്കം. സാറിപ്പോൾ ഒരു എത്ര ചെടികളെ വരെ സാറ് ഇപ്പൊ നമ്മൾ പുളിയൂർക്കോണത്ത് തന്നെ 250 എണ്ണത്തിന് നമ്മൾ രേഖപ്പെടുത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ ഒരു 1000 ആകും. 1000 അല്ല, അല്ലാതെ മൊത്തത്തിൽ ഇപ്പൊ ഒരു 1000-1500 ചെടികളെങ്കിലും ഉറപ്പായിട്ടും 1200 മേലമായി നമുക്ക് അറിവ് കിട്ടിയിട്ടുണ്ട്. 1200 മരങ്ങൾ എന്താണെന്ന്. കുറ്റിച്ചെടിയാകും, വള്ളികൾ തന്നെ 82 83 നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ ചെയ്യുന്ന ചെടികളെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ ഈ ചെടികൾ വെച്ചുപിടിപ്പിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് സ്ഥലവും ഇതൊക്കെ വേണമല്ലോ. ഇപ്പം നമ്മുടെ ഈ ശരിക്കും പറഞ്ഞാൽ നഗരവൽക്കരണം കൊണ്ടാണ് ഈ പല ചെടികളും ഇല്ലാതെ പോകുന്നത്. അപ്പോൾ പുതിയതായിട്ട് ചെടി വെക്കാൻ വരുന്ന ആളുകൾക്ക് അവർക്ക് ഇത്തരം ചെടികളിൽ ഒരു താല്പര്യം ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ നമ്മുടെ ഉദാഹരണം എഞ്ചിനീയർമാർ എന്തുമാത്രം പേരിപ്പം വന്നിരിക്കുന്നു. ഇപ്പോൾ 1 സെന്റ് ആണേലും 2 സെന്റ് ആണേലും കർപ്പൂരം വേണം, അല്ല ചെന്തുരുണി വേണം. അങ്ങനെ നമ്മുടെ മറ്റുള്ളവരുടെ ഇല്ലാത്ത മരങ്ങൾ ശേഖരിക്കാൻ ഒരു താല്പര്യം വരുന്നുണ്ട്. മറ്റുള്ളവരെ ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ അത്ര പൊതുവെ വ്യാപകമായിട്ട് കാണാത്ത ചെടികളെ ചെയ്യാന്നുള്ളത്. ഈ കർപ്പൂരമൊക്കെ നമുക്ക് തൈ റെഡിലി അവൈലബിൾ ആണോ? അതെ, ഇപ്പം കേരളത്തിൽ ഇപ്പം ഞാൻ നോക്കിയിട്ട് നമ്മുടെ കയ്യിലാണ് ചെന്തുരുണി, ഒരു 150 മേൽ ചെന്തുരുണിയുടെ തൈ ഉണ്ട്. ചെന്തുരുണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ചെന്തുരുണി എന്ന് പറഞ്ഞ ചെന്തുരുണി എന്ന് പറഞ്ഞ സ്ഥലം തന്നെ അവിടെയാണ് ഈ ചെടി കൂടുതലായിട്ടും ഉള്ളത്. ഈ ഔഷധ സസ്യങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ വൈദ്യന്മാരെല്ലാം പറയുന്ന ഒരു പരാതിയാണ്, പണ്ട് ഞങ്ങൾക്ക് ഒരുപാട് മരുന്ന് ചെടികൾ കേരളത്തിൽ തന്നെ കിട്ടുമായിരുന്നു, ഇപ്പം ആ മരുന്ന് ചെടികളൊന്നും കാണാനില്ല എന്നുള്ളത്. അല്ല, അതിനുള്ള പ്രധാന കാരണം ഈ മരുന്ന് ചെടി പറിക്കുമ്പോൾ ചിലപ്പോൾ അതിന്റെ പൂ ഇടുന്ന സമയത്തോ അതിന്റെ കായ ഇടുന്ന സമയത്തോ ആണ് അത് പറിക്കുന്നത്. അപ്പോൾ നമ്മൾ പറിച്ചു കഴിയുമ്പോൾ അത് എന്നേക്കുമായിട്ട് അവിടെ നിന്നും നശിക്കുകയാണ്. അത് ആരും മനസ്സിലാക്കുന്നില്ല. അപ്പൊ ഞാൻ എപ്പോഴും അവരോട് പറയുന്നത്, ഇതിന്റെ കായും കൂടി എടുത്തിട്ടേ വേരിന് വേണ്ടി പറിക്കാത്തുള്ളൂ. വേരിന് വേണ്ടി പറിക്കുന്ന ചെടികളൊക്കെ അല്ലെ, ഇപ്പൊ ദശമൂലമൊക്കെ പോലെയുള്ള എല്ലാം. അപ്പൊ അത് പുഷ്പിച്ച് അതിന്റെ വേര് കിളിക്കാനുള്ള ശേഷി വരെ ആകുന്നു. അല്ലെ, ഉണക്കലായി കഴിയുമ്പോൾ പറിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് പ്രയോജനമുണ്ട്. പക്ഷെ പറിക്കാൻ വരുന്നവരൊന്നും നോക്കുന്നില്ല. അല്ല, അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ കണ്ടതൊരു കാര്യം, ഇപ്പൊ ഒരു സ്ഥലത്ത് ഒരു ചെടി നിപ്പുണ്ടെങ്കിൽ ആ പരിസരങ്ങളിലൊക്കെ അതിന്റെ വിത്തുകൾ വീണ് കിളിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ അതും ആളുകൾ പറിച്ചു വൃത്തിയാക്കി, പറമ്പ് വൃത്തിയാക്കിയൊക്കെ അതിന്റെ വില എന്താണെന്നോ ഈ ഔഷധ സസ്യത്തിന്റെ ഗുണമേന്മ എന്താണെന്നോ ഒരു 5% സമൂഹത്തിലുള്ള നമ്മുടെ ഇടയിലുള്ള ഒരു 5% ആൾക്കാർക്ക് പോലും അറിയില്ല. അപ്പൊ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ വീട്ടിൽ നിൽക്കുന്ന സാധനത്തിന് ഇപ്പം പലകപ്പയ്യാനയുടെ വേരിന് എന്ത് നല്ല വിലയുണ്ട്. ആരും
പലകപ്പൊയ്യാനെ ആരെങ്കിലും വെക്കുവോ ഒരു വീട്ടില്? ഇല്ല, അതിന് ആവശ്യമില്ല. ശരിയാണ്. ഈ പലകപ്പൊയ്യാനി എന്നുള്ള പേര് കേട്ടാൽ തന്നെ അത് ദശമൂലാഷ്ടത്തിൽ ഉപയോഗിക്കുന്നതാണെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചിരുന്നില്ല. ഇതെന്തോ ഒരു തീപ്പെട്ടി കമ്പനിയോ മറ്റേ ഇവരൊക്കെ ഉപയോഗിക്കുന്ന മരമായിരിക്കും എന്നുള്ളൊരു ധാരണയിലാണ് അത് നമ്മുടെ നാട്ടിലെ കള്ള് ഷാപ്പിന്റെ ഷാപ്പ് പോലെയാ. 1000 ലിറ്റർ കള്ള് ഒരു ദിവസം ഉത്പാദനം ഉണ്ടെങ്കിൽ 10,000 ലിറ്റർ കള്ളാണ് നമ്മുടെ കേരളത്തിൽ ചെലവാകുന്നത് എന്ന് പറഞ്ഞ പോലെയാണ്. ആവശ്യത്തിന് മരുന്നേടികളില്ല. അപ്പോൾ അതിന് സെക്കൻഡ് ക്വാളിറ്റി തേർഡ് ക്വാളിറ്റി കൊണ്ടുവരുമ്പോൾ മരുന്നിന്റെ ഗുണമേന്മയെ ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ പാർക്കുകളിലും മറ്റും ആളുകൾ നടക്കുക അല്ലെങ്കിൽ നമ്മുടെ ഒരു ആരോഗ്യത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുക ഉണ്ടല്ലോ. നമ്മളിപ്പോൾ ഒരു പാർക്കിൽ ചെന്ന് രാവിലെ നടക്കുന്നു, ഇങ്ങനെയൊക്കെ പണ്ട് ചെയ്യുമായിരുന്നല്ലോ. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കാവിന് ചുറ്റും നടക്കുന്നു, അല്ലെങ്കിൽ അമ്പലങ്ങളിൽ ചെന്ന് നടക്കുന്നു. കാരണം അമ്പലങ്ങളുടെ പരിസരത്ത് മിക്കവാറും കാവുകളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഇപ്പോൾ ഒരു പ്രശ്നം, ഈ നമ്മുടെ ഈ പാർക്കുകളിലും എല്ലാം തന്നെ മിക്കവാറും എല്ലാം അധിനിവേശ സസ്യങ്ങളാണ്. അല്ല, അത് കാണാൻ രസമുള്ളതേ ഉള്ളൂ. ഗുണമേന്മ നോക്കുന്നില്ല. അതിനകത്ത് നിന്ന് കിട്ടുന്ന ഇതല്ലല്ലോ നോക്കുന്നത്. ഇത് കാണാൻ രസമുണ്ട്, ഭംഗിയാണ്, അതിനുവേണ്ടിയാണ് ആൾക്കാർ പണം ചെലവാക്കുന്നത്. അപ്പൊ 100 രൂപയുടെ സാധനം നഴ്സറിക്കാരൻ 1000 രൂപയ്ക്ക് വിൽക്കുന്നത്. അതെ, അല്ല അത്തരം സാധനങ്ങൾ നമ്മുടെ വീടുകളിലേക്കും വരുന്നു. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ നമ്മുടെ കേരളത്തിലേതായ അല്ലെങ്കിൽ ഈ സൗത്ത് ഇന്ത്യയിൽ കാണുന്ന 3 തരം പനയുണ്ട്. കരിമ്പനയുണ്ട്, ചൂണ്ടപ്പനയുണ്ട്, മറ്റേ നമ്മുടെ കുടപ്പനയുണ്ട്. കള്ളിയെത്തുന്ന പന ചൂണ്ടപ്പനയാണല്ലോ, മറ്റേ കുടപ്പനയുണ്ട്. പക്ഷെ ആളുകൾ വെച്ചുപിടിപ്പിക്കുന്ന മറ്റേ സൗദി അറേബ്യയിലുള്ള അല്ലെങ്കിൽ മധ്യപ്രദേശിൽ ഖാജൂർ എന്ന് പറയുന്ന ആ പന മധ്യപ്രദേശ് വളരുന്നതാണ്. അപ്പൊ അത്തരം പന ഇവിടെ കൊണ്ടുവന്ന് ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് ചേരാത്ത സാധനങ്ങളെ ഇവിടെ വളർത്തുന്നു. അല്ല, അത് ചില ചെടികൾ ഇവിടെ വരുമ്പോൾ അതിന് ഈ അധിനിവേശ സസ്യം എന്ന് നമ്മൾ പറഞ്ഞാൽ കൂടെ അതിന് കേരളം ഭയങ്കരമായ ഒരു കൂടുതൽ എണ്ണം വരും. അതിന്റെ കടന്നു കഴിഞ്ഞാൽ അതുകൊണ്ടാണല്ലോ അതിനെ അധിനിവേശ സസ്യം എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ഈ മറ്റേ വിദേശ സസ്യങ്ങൾ കുറെ എണ്ണം അധിനിവേശവും കുറെ എണ്ണം അല്ലാത്തതുമാണ്. അപ്പൊ ഈ അധിനിവേശം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് പരക്കുന്ന സാധനങ്ങൾ ഭയങ്കരമായിട്ട് ഭാവി ദൂഷ്യം ചെയ്യുന്നുണ്ടെന്നുള്ള. എത്ര വർഷം വേണേലും അത് മണ്ണി കിടന്നാലും കിളിപ്പിന് ശേഷി നശിക്കുന്നില്ല. അല്ല, അതുപോലെ തന്നെ ഇപ്പൊ ഈ പനകളുടെ കാര്യം പറയുമ്പോഴേ ഈ ചൂണ്ടപ്പനയ്ക്കും കുടപ്പനയ്ക്കും കരിമ്പനയ്ക്കും നമ്മുടെ ഔഷധ സമ്പ്രദായങ്ങളിൽ സ്ഥാനമുണ്ട്. അതിൽ നിന്ന് മരുന്നുണ്ടാക്കാനായിട്ട് അതിന്റെ ചില ഭാഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു. ഞാനിപ്പോൾ വേറൊരു ആവശ്യത്തിന് ഈ പനയെക്കുറിച്ച് നോക്കിയപ്പോഴാണ് കാണുന്നത്. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ചുറ്റുള്ള ഒരുപാട് ചെടികൾക്ക് ഔഷധ ഗുണങ്ങളുണ്ട്. അപ്പോൾ അതിനുള്ള അവയുടെ ഒരു വലയം ചെയ്യപ്പെട്ട ഒരു അന്തരീക്ഷത്തിൽ കൊണ്ടൊക്കെ ആവാം. പണ്ട് നമുക്ക് അങ്ങനെ അധികം രോഗങ്ങളൊന്നും സാധാരണ മനുഷ്യർക്ക്, നാട്ടുകാർക്ക് അങ്ങനെ അസുഖങ്ങൾ വരില്ലായിരുന്നു. ചില ഈ പകർച്ചവ്യാധികളൊക്കെ വരുന്ന സമയത്ത് പ്രശ്നം കൊണ്ടെന്നുള്ളതല്ലാതെ സാധാരണ മനുഷ്യ ആരോഗ്യവാന്മാരായിട്ട് പോകുന്ന ഈ കരിമ്പനയുടെയൊക്കെ ഉപയോഗം ഇപ്പോഴാണ് കുറേ കൂടെ ഡെക്കറേഷനായിട്ട് പലകയ്ക്ക് ഉപയോഗിക്കുന്നു, തൂണിന് ഉപയോഗിക്കുന്നു. അത് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ 100 വർഷം 200 വർഷം ഒരു ഇതുമില്ലാതെ കിടക്കും. എന്ത് ഭംഗിയാണ് അത് പോളിഷ് ചെയ്ത് കാണാൻ. അതിലേക്ക് ജനങ്ങൾ വരണമെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം അപ്പൊ ഇത് വെക്കുന്ന ഒരു പാലക്കാടുള്ള ഒരു കൃഷിക്കാരന് ഒരു തേക്കിന്റെ വില കിട്ടിയില്ലെങ്കിൽ പോലും ഒരു നല്ല വില കിട്ടുവാണെങ്കിൽ അത് നിലനിൽക്കുക. കരിമ്പനയ്ക്ക് ഈ പറഞ്ഞ 100 വർഷം ആയുസുള്ളതാണ്. ഇപ്പോൾ ചൂണ്ടപ്പനയോ മറ്റേ പനയോ കുടപ്പനയോ പോലെ അല്ല. ചൂണ്ടപ്പനയ്ക്ക് 20 വർഷവും കുടപ്പനയ്ക്കാണ്ട് 60 വർഷം എങ്ങാണ്ടുണ്ട്. പക്ഷേ അതിനപ്പുറം ഈ പലകയ്ക്കപ്പുറം അതിനൊരു മെഡിസിനൽ വാല്യൂ ഇല്ലേ അതിൻ്റെ ആ സാധനം. പക്ഷേ അതിന് വൈദ്യന്മാരോട് വേണമല്ലോ അല്ലേ, നേരിട്ട് നമുക്ക് മെഡിസിനലായിട്ട് ഉപയോഗിക്കാനൊക്കെയല്ലോ. ഈവൻ പക്ഷേ ഭക്ഷണത്തിലൊക്കെ അത് ഉൾപ്പെടുത്തുന്ന ഒരു പക്ഷേ നല്ല സാധനങ്ങളായിരിക്കാം. അതല്ലാതെ നമ്മുടെ നാട്ടുമ്പുറങ്ങളിലുണ്ടായിരുന്ന മരങ്ങളൊന്നും ഇന്നിപ്പോൾ കാണാനില്ല. അതിൽ പലതിൻ്റെ പൂക്കൾ, മനോഹരമായ പൂക്കളുള്ളതുണ്ടായിരുന്നു, പക്ഷികൾ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ കേരളത്തിൽ ഒരു 10-70 തരം മാവുണ്ടായിരുന്നു. അപ്പോൾ തൃശ്ശൂരൊക്കെ ആരോ ഈ മാവുകളെ എടുത്ത് വളർത്തി ആ തൈകളെ ഇപ്പം തൃശ്ശൂർ 100-ന് മേൽ വെറൈറ്റി മാവിന്റെ എക്സിബിഷൻ നടന്നത്. എനിക്ക് പോകാൻ പറ്റില്ല, എന്നെ വിളിച്ചതാണ്. 100 ടൈപ്പ് മാവ് കേരളത്തിൽ കണ്ടെത്തി കഴിഞ്ഞു. അത് ഇപ്പോഴും ഉണ്ട്. പക്ഷെ അത് ഈ അവിടെ എവിടെയോ അന്യം നിന്ന് പോകുന്നില്ല. അതിന്റെ ആ ഗുണമേന്മ ആരും പഠിക്കുന്നില്ല. കുറച്ച് ആൾക്കാർ ഇതിന്റെ പുറകെ ഇറങ്ങി തിരിച്ചുകൊണ്ടാണ് ഇത്ര മാവുങ്ങയുടെ ശേഖരം പോലും അവർക്ക് കളക്ട് ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ പ്ലാവും കാണില്ലേ? പ്ലാവ് നമ്മുടെ തോമസ് കട്ടക്കാച്ചാൻ 280 വെറൈറ്റി ഉണ്ടാക്കി കഴിഞ്ഞു. പ്ലാവ് ശേഖരിച്ച് പലയിടത്തും 280 വെറൈറ്റി പ്ലാവിന്റെ തൈ പുള്ളിക്കുണ്ട്. അതിന് എല്ലാത്തിനും പേര് വിട്ടിട്ടുണ്ട്. ശരി. അതൊക്കെ നമ്മള് ഒരു ഗവൺമെന്റ് തിരിച്ചാൽ പോലും സാധിക്കാത്ത കാര്യമാണ് ഒരു വ്യക്തി സാധിച്ചത്. നമ്മൾ കണ്ടുപഠിക്കണം. അത് ചെന്ന് കണ്ടു പറഞ്ഞാലേ മനസ്സിലാക്കിയുള്ളൂ. അദ്ദേഹത്തിനെ കൊണ്ട് ഇത് പറ്റിയല്ലോ, പിന്നെ നമ്മളെ കൊണ്ട് ഇതിന് പകുതിയേലും പറ്റത്തില്ലേ. ഈ സാറിന്റെ പ്രവർത്തനം, സാറിപ്പോ ഈ ആളുകൾക്ക് ചെടി സപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ കുറെ അധികം ചെടികൾ. ഇപ്പോൾ സാറ് കൊടുക്കുന്ന ഇപ്പൊ എനിക്ക് തന്നെ 10-100 അല്ല, സാറ് ഒരു 200-250 സ്പീഷീസ് എങ്കിലും ഇവിടെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ? അതിൽ കൂടുതൽ തന്നിട്ടുണ്ട്. എനിക്ക് ഓർമ്മ കുറെ വർഷങ്ങളായാലും തുടർച്ചയായിട്ട് വരുന്നത്. അപ്പൊ ഈ സാർ എങ്ങനെയാണ് ഈ ചെടികൾ ഇപ്പൊ സാർ എന്താണ് ചെയ്യുന്നത്? ഇപ്പൊ എല്ലായിടത്തും എനിക്ക് ബന്ധങ്ങളുള്ളതുകൊണ്ട് നമ്മളൊരു ചെടി വേണമെന്ന് പറഞ്ഞാൽ അത് കിട്ടാനുള്ള സോഴ്സ് ഉണ്ട്.
പിന്നെ പേര് ഉള്ള ബോട്ടാണിക്കൽ നെയിം അറിയാൻ മേലാത്തതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. പേര് അവിടെ പറയുന്ന പേരല്ല ഇവിടെ പറയുന്നത്, ഇവിടെ പറയുന്ന പേരല്ല അവിടെ പറയുന്നത്. അത് വലിയ സാങ്കേതികത്വമാണ്. പിന്നെ ഈ തരുന്ന ആൾക്കാർക്ക് ബോട്ടാണിക്കൽ വേറെ അറിയില്ല, ബോട്ടാണിക്കൽ നെയിം അറിയാവുന്നവരല്ല ഇത് വിൽക്കാനിരിക്കുന്നവരെ. അല്ല, അത് ഞാൻ വേറെ കാര്യം ചോദിക്കാൻ മതി. ചെറിയ വ്യത്യാസം ഇപ്പം നമ്മൾ ഈ അശോകം മറ്റേ ശിംശബായും ബ്രൗണിയായും അല്ലെ, അങ്ങനെ ശിംശബായും ബ്രൗണിയായും രണ്ടാണ്, ഒരുപോലെ ഇരിക്കും, കണ്ട ഒരുപോലെ ഇരിക്കുന്നു. അത് അങ്ങനെ ഒന്ന് എക്സോട്ടിക്, ഒന്ന് ഇൻഡിയൻസും ആണ്. അങ്ങനെയുള്ള മഞ്ഞ കൊങ്ങണി ചെടി മറ്റേ ലന്തന അല്ല, അതൊന്നും വേണ്ട സാറേ. ഇതിനകത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഞാവലാണ് 35 37 വെറൈറ്റി ഉണ്ട്. നമുക്കറിയാവുന്ന 5 6 കൂട്ടം ഞാവലാണ്. അങ്ങനെ. അപ്പൊ ഇത്രയും ഞാവല് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നു. ഈ ഞാവലിന് നമ്മൾ ഒരു ഉപയോഗം ഇല്ലാത്തത് കൊണ്ട് നിന്ന് ഞാവൽ എല്ലാരും വെട്ടി. ചില ആൾക്കാർ പാഴ്ത്തടിക്ക് കൊടുത്തു, ചില ആൾക്കാർ 80 ഇഞ്ച് 100 ഇഞ്ച് ഉള്ളതുകൊണ്ട് അലമാരി പണിതിട്ടുണ്ട്. ഞാൻ കണ്ടതാണ്, ചിരിക്കാൻ പറഞ്ഞല്ല. അപ്പൊ ഇത് ചില ആൾക്കാർ പാഴ്ത്തടിക്ക് വിറ്റു, ചില ആൾക്കാർ അതുകൊണ്ട് ലക്ഷങ്ങൾ ലാഭമുണ്ട്. കാരണം വീട്ടിൽ അപ്പം മരിച്ചു കഴിയുമ്പോ എങ്ങനെയായാലും തടി കണ്ട് പറമ്പ് വൃത്തിയാക്കാനാണ് നോക്കുന്നത്. അവർക്ക് ഈ ഞാവലിന്റെ പഴം അപ്പൊ ഈ ഞാവല് കൊണ്ട് ജാമും സ്ക്വാഷും വൈനും ഉണ്ടാക്കാമെന്ന് യൂണിവേഴ്സിറ്റി കണ്ടുപിടിച്ചു. അതിന്റെ ടെക്നോളജി ഹാൻഡ് ഓവർ ചെയ്യാൻ തയ്യാറാ. പക്ഷെ എടുക്കാൻ ആളില്ല. ഈ നോനിയുടെ ജ്യൂസ് 1400 രൂപയ്ക്ക് മേടിക്കാൻ ആളുണ്ട്. നോനിയുടെ ജ്യൂസ് നമ്മൾ ഉണ്ടാക്കുവാണെങ്കിൽ ഒരു 150 രൂപ 250 രൂപ റേഞ്ചേ വരത്തുള്ളൂ ഒരു ലിറ്റർ നോനിയുടെ ജ്യൂസ് ഉണ്ടാക്കുന്നതിന്. സ്വന്തമായിട്ടുണ്ടാക്കുന്നത്. അപ്പൊ 1000 കൂടുതലല്ല. കാരണം വെച്ചാൽ ഒരാളുടെ ഒരു ദിവസം ലേബറാണ് ഇപ്പൊ കേരളത്തിൽ 1000 രൂപ. അതോടെ കൂടി. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നോനി എനിക്ക് തോന്നുന്നത് കേരളത്തിൽ വ്യാപകമാകാനുള്ള ഒരു കാരണം ഈ നോനി മലേഷ്യൻ ചെടിയാണെന്ന് ഒരുപാട് പേര് വിചാരിച്ചുകൊണ്ടാണ് എന്ന് തോന്നുന്നു. നമ്മുടെ ഈ ആറ്റുതീരങ്ങളിലെ നോനി നേരത്തെ കാക്കപ്പഴം പറഞ്ഞുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് നോനി ആയത്. ഈ നോനി ആയി കഴിഞ്ഞാൽ ആളുകൾ ഈ കാക്കപ്പഴം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും മേടിക്കുമെന്ന്. അല്ല, കാരണം ഇത് ഡയറക്റ്റ് നമുക്ക് കഴിക്കാൻ പറ്റില്ല. പ്രോസസ് ചെയ്തിട്ട് ഇത് തന്നെ. സാർ, അതുപോലെ ഒരു കാര്യം കൂടെ ചോദിക്കാം. അതായത് നമ്മുടെ ഈ ആറ്റുതീരങ്ങളിൽ കുറേ അധികം മരങ്ങളുണ്ടായിരുന്നു പണ്ട്. ഇപ്പൊ ആ ആറ്റുതീരം മുഴുവൻ വൃത്തിയാക്കി അവിടെ മതിൽ കെട്ടി ഈ മരങ്ങളൊന്നും ഇപ്പൊ കാണുന്നില്ല. അപ്പോൾ ഇപ്പൊ ആറ്റുവഞ്ചി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇലിപ്പ എന്താണെന്ന് കേട്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ. അപ്പൊ അതേക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? ഈ മരങ്ങളൊക്കെ ഇനി തിരിച്ചു കിട്ടാൻ വല്ല സാധ്യത? തിരിച്ചു കിട്ടാനായിട്ട് ഇത് നമ്മൾ പറഞ്ഞാൽ ഇന്നുള്ള ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ അംഗീകരിക്കത്തില്ല. എനിക്ക് സത്യസന്ധമായിട്ട് വിലയിരുത്തുവാണെങ്കിൽ ആറ്റുതീരത്തിന്റെ ഏറ്റവും അടി തൊട്ട് മുകൾ വരെ നമ്മളൊരു 5 സെന്റ് സ്ഥലം ഗവൺമെന്റിനെ കാണിച്ചു കൊടുക്കണം. ഇങ്ങനെ നമ്മൾ മരം വെച്ചാൽ ഈ കരിക്കല് കെട്ടേണ്ട ആവശ്യമില്ലെന്നും നമ്മുടെ മത്സ്യസമ്പത്തും തനതായ ആവാസ വ്യവസ്ഥയെ ഇവിടെ പുനഃസൃഷ്ടിക്കാമെന്ന് നമ്മൾ വെച്ചു കൊടുത്ത് ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കാണിച്ചാലേ അവർ അംഗീകരിക്കത്തുള്ളൂ. അല്ലെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കരിക്കല് കെട്ടാനേ പറയത്തുള്ളൂ. അങ്ങനെ വരുമ്പോഴത്തേക്കാണ് പണ്ടുണ്ടായിരുന്ന മീനിന്റെ ശേഖരം എല്ലാം കുറഞ്ഞു വന്നത്. അതെ, മീനിന്റെ ശേഖരം കുറഞ്ഞു എന്ന് മാത്രമല്ല, ഈ കരിങ്കല്ല് വന്നു കഴിഞ്ഞപ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ സൈഡിൽ വെള്ളം ഊറ്റുമൊക്കെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊരു ടാങ്ക് പോലെ ആയിട്ട് വെള്ളത്തിന്റെ ആ കരിങ്കല്ല് എന്ന് പറയുന്നത് നമ്മുടെ പ്രകൃതിയുടെ ചൂഷണമാണ്. കരിങ്കല്ല് അത്രയും കരിങ്കല്ല് അവിടെ നിലനിർത്തേണ്ട ആവശ്യമില്ല. അത് തെറ്റായ ഒരു കീഴ്വഴക്കമാണെന്ന് ഉദ്യോഗസ്ഥന്മാർ പറയത്തില്ല. അല്ല, അവർക്ക് കോൺഫിഡൻസിന്റെ ഒരു പ്രശ്നം കാണും. കാരണം ഇത് ചെയ്തു കഴിഞ്ഞിട്ട് ഇടിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ നാടല്ലേ, ഉദ്യോഗസ്ഥനെ വെച്ചേക്കില്ല. അപ്പൊ കരിങ്കല്ല് കെട്ടിയാൽ കരിങ്കല്ല് കെട്ടിയിട്ട് ഇടിഞ്ഞു പോയി എന്നല്ലേ പറയുള്ളൂ, അല്ല മരം വെച്ച് ഇടിഞ്ഞു. അല്ല, നേരത്തെ 100 വർഷം മുമ്പ് ഇവിടെ ഇതിന്റെ എത്ര ഇരട്ടി തോടുവാറും ഉണ്ടായിരുന്നു. അതെല്ലാം കരിങ്കല്ല് കെട്ടില്ലായിരുന്നല്ലോ. 100 വർഷം മുമ്പ് കേരളം ഇല്ലായിരുന്നോ? അല്ലെ 50 വർഷം മുമ്പ് കേരളം ഇല്ലായിരുന്നോ? അത് ശരിയാണ്. ആ ഒരു തരത്തിൽ അങ്ങനെയാ ഈ കേരളം എങ്ങനെയാണ് ഇങ്ങനെ ആയെന്നും ഈ പരിസ്ഥിതിക്ക് ദോഷമായിട്ട് വേണ്ട നമ്മുടെ ഓരോ ഭൂപ്രളയം ഉണ്ടാകുമ്പോ എത്ര കോടി രൂപയുടെ നഷ്ടം ഉണ്ടാകുന്നു ചിന്തിക്കുന്നുണ്ടോ? അതേക്കുറിച്ച് ആ ഒരു കൺസേൺ വരുന്നില്ല. അപ്പൊ ഇപ്പൊ സാറ് ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഈ അവസാന ഘട്ടം ചുരുക്കി പറയാം. അതായത് സാർ ഇപ്പൊ ചെയ്യുന്ന ആക്ടിവിറ്റി എന്താണ്? സാർ ഇപ്പൊ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടെത്താത്ത ഔഷധ സസ്യങ്ങൾ ഒരുപാടുണ്ട്. ഈ ഔഷധ സസ്യങ്ങളെ ഈ ആഹാരമാണ് മരുന്നെന്നുള്ള കൺസെപ്റ്റിൽ നമ്മൾ ആരോഗ്യപരമായിട്ട് ജനങ്ങൾ ഇരിക്കാൻ വേണ്ടി പണ്ട് കാലത്ത് എന്തൊക്കെ നമ്മുടെ പൂർവികരെ കഴിച്ചിരുന്ന ആഹാരത്തിലേക്ക്, അല്ലെ അതിന്റെ മെഡിസിൻ വാല്യൂ ഇന്നതാണെന്ന് അവർക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ അവരെല്ലാം ആ ആഹാരത്തിനകത്ത് അതാത് കാലയളവിൽ ആഹാരം ഉണ്ടാക്കി വെച്ചിരുന്നു, അഴുക്കാകാതെ. ഫ്രിഡ്ജൊന്നും വേണ്ടായിരുന്നു അവർക്ക് അഴുക്കാകാതിരിക്കും. ആ ഒരു പുതിയ കാലത്തിലെ പഴയ കാലം ഇന്നത്തെ പുതിയ കാലത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ചെറിയ പരിശ്രമം നടത്തുന്നുണ്ട്. അതിന് ഈ ഔഷധ സസ്യങ്ങൾ ഔഷധ ചെടികള് നമ്മുടെ എന്തുമാത്രം നമ്മുടെ ആഹാരത്തിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റുമോ അത്രയും ചെയ്യുന്നത് നമ്മുടെ പ്രതിരോധ ശേഷിയെ ഗുണകരമാണ്.
ഓക്കെ. അപ്പോൾ സാർ എന്തായാലും സാർ ഈ പറഞ്ഞ കാര്യങ്ങൾ, അപ്പോൾ ഇതിന് ഈ പറയുന്ന ചെടികൾ ഇപ്പോൾ സാറ് കുറേ ചെടികൾ കൊടുത്ത് കേരളത്തിൽ കുറേ ആളുകൾ ഇത് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഭാവിയെക്കുറിച്ച് സാറിന് പ്രതീക്ഷയുണ്ടോ? നല്ല പ്രതീക്ഷയുണ്ട്. കാരണം ഇപ്പം ജനങ്ങൾ ബോധവാന്മാരെ എത്ര ഒരു വർഷവും കൂടെ ജീവിച്ചിരിക്കാനായിട്ട് മലയാളികൾ കുറ്റം പറയുകയല്ല, അവരെന്തുമാത്രം പണം മുടക്കാനും തയ്യാറാണ്. സാറിപ്പോൾ കുറേ നാളായിട്ട് ഇതിൽ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണല്ലോ. അപ്പോൾ ഇപ്പോൾ പലയിടത്തും സാറിൻ്റെ ഈ ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു മൊത്തത്തിൽ 4-5 വർഷത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ ഈ കേരളത്തിൽ ഈ തിരിച്ച് ഈ മരങ്ങൾ വരുന്നതിന് ഒരു ഭാവി ഉണ്ടെന്ന് സാറ് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഇപ്പം എല്ലാ ആൾക്കാരും ചോദിക്കുന്ന ഇന്ന ചെടി തരാവോ, ഇന്ന മരം തരാവോ, കർപ്പൂരം. അവർക്കറിയത്തില്ലായിരുന്നു കർപ്പൂരം കേരളത്തിൽ വളരുന്നുണ്ടെന്ന്. ഞാൻ കർപ്പൂരം 12 അടി പൊക്കം 18 അടി പൊക്കമുള്ള കർപ്പൂരം കാണിച്ചു കൊടുത്ത് പോയി, ചെറിയ ചേട്ടാ ഇത് കേരളത്തിൽ, അവരുടെ എറണാകുളത്ത് വളരുന്നുണ്ട്. അപ്പൊ എല്ലാവരും ചോദിച്ചു ഒരു 5 അടി 8 അടി പൊക്കമുള്ള കർപ്പൂരം തരാമെന്ന് ചോദിച്ചു. അപ്പൊ ഇത് അത് എന്താണ് കൂടുതൽ ആളുകൾ ഇതൊരു ഔഷധ അല്ല, ഔഷധ സസ്യം ഔഷധ സസ്യത്തിനും ആവശ്യക്കാരുണ്ട്. പക്ഷെ എന്റെ വീട്ടിലൊരു ഇതുണ്ടെങ്കിൽ, ആരുടെ വീട്ടിലില്ലാത്തൊരു സാധനം എന്റെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് താല്പര്യമുണ്ട്. അതല്ലാതെ ഈ മരുന്ന് ചെടികളോ ഇതൊക്കെ വീടിന് ചുറ്റും വളർത്താൻ ആൾക്ക് താല്പര്യമുണ്ട്. സ്ഥലം കുറവല്ലേ? അപ്പൊ അവര് പറയുന്നത് 1 സെന്റിനകത്ത് ഞങ്ങൾക്ക് 1 സെന്റേ ഉള്ളൂ, അതിനകത്ത് വെക്കാനായിട്ട് ഒരു 3 ചെടി അല്ലെ 5 ചെടിയെ ചോദിക്കുന്നുള്ളൂ. അങ്ങനെ, അതായത് എല്ലാവരും അവനവന്റെ ഭൂമിയുടെ അവന്റെ ആവശ്യകത അതനുസരിച്ചേ ഉള്ളൂ. അപ്പൊ ഈ ചെടികളൊക്കെ വീണ്ടും നിലനിൽക്കുമെന്ന് തന്നെയാണ് സാറിന്റെ വിശ്വാസം? അല്ലെങ്കിൽ ഇത്ര എൻക്വയറി വരത്തില്ല, ആൾക്കാർ ചോദിക്കത്തില്ല. ശ്രീ ചെറിയാൻ മാത്യുവിൻ്റെ വാക്കുകളിൽ ഒരു ശുഭാപ്തി വിശ്വാസമുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരുപക്ഷെ എക്സ്പീരിയൻസിൽ നിന്നായിരിക്കാം പലരും അദ്ദേഹത്തെ 1 സെന്റിലും 1/2 സെന്റിലും ഒക്കെ കാട് വെക്കാനായിട്ടും 5 മരം തൊട്ട് 50 മരവും 100 മരവും ഒക്കെ വെക്കാനും ഒക്കെ ആയിട്ട് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം അവർക്കൊക്കെ മരങ്ങൾ കൊടുക്കുന്നുണ്ട്, അതിൻ്റെ പുറകെ പോയി നോക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരുപക്ഷെ അദ്ദേഹത്തിന് ഒരു ശുഭാപ്തി വിശ്വാസത്തിന് കാരണം അതൊക്കെ ആയിരിക്കാം. നമുക്കും ആ ശുഭാപ്തി വിശ്വാസം പങ്കുവയ്ക്കാം. കേരളം ഒരു വരണ്ട പ്രദേശമായിട്ട് മാറുകയില്ല. നമ്മുടെ നഷ്ടപ്പെട്ട മരങ്ങളൊക്കെ തിരിച്ചു വരും. നമ്മൾ അവയുടെയൊക്കെ ഇടയിൽ സന്തോഷമായി കുറേ കാലം കൂടെ ജീവിക്കും എന്നൊക്കെ നമുക്കൊക്കെ പ്രതീക്ഷിക്കാം.